അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മൾ ഒരിക്കലും കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന വാർത്തയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെയൊക്കെ മക്കളുടെ മരണം. പ്രിയപ്പെട്ടവരെ, ഒരു 6 വയസ്സുകാരനായ അഹമ്മദ് നവാജി എന്ന ഒരു പൊന്നുമോൻ്റെ മരണമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. മക്കളുടെ മരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത്. എത്രയെത്ര മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലുമായി മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. തലവര മാറുന്ന നാളാണ് ബറാത്ത് രാവ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ പടച്ച റബ്ബേ, ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നിസാര കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളിങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് മയിലിനെ കാണാൻ പോയപ്പോൾ അബദ്ധത്തിൽ കിണറിൽ വീണാണ് മരണപ്പെടുന്നത്. 2 കുട്ടികളാണ് കിണറിൽ വീണു പോയത്. മറ്റൊരു കുട്ടിയെ അയൽവാസിയായ ഒരു യുവതിയുടെ അതിസാഹസ്യമായ ഇടപെടലിലാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. CPR നൽകി ആ കുട്ടിയെ രക്ഷിച്ചെടുത്തു. പാഞ്ചേരി നരുവായിൽ സിദ്ദീഖിൻ്റെ മകനായ അഹമ്മദ് നവാജാണ് മരണപ്പെട്ടു പോയത്. ഇന്നലെ വൈകുന്നേരം 4:30 ചീക്കോട് തലക്കോട്ടയിലായിരുന്നു സംഭവം. മക്കൾ ഏറെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു മയിലിനെ കണ്ടത്. മക്കളല്ലേ, ഇതുപോലൊക്കെ കണ്ടാൽ എന്താണ് സംഭവിക്കുക? ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലുമൊക്കെ വന്നുപെടാം. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ 2 കണ്ണും മാറ്റിവെക്കുക. വീടിന് സമീപത്ത് മയിലിനെ കണ്ട കുട്ടികൾ അത് ചെല്ലുന്നിടത്തൊക്കെ മക്കളും പോവുകയായിരുന്നു. അങ്ങനെയാണ് അബദ്ധത്തിൽ 2 മക്കളും ഈ കിണറിലേക്ക് വീണു പോകുന്നത്. ഉപയോഗിക്കാത്ത ഒരു ആൾമാറയില്ലാത്ത കിണറായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലുള്ള കിണറുകൾ, കുഴികൾ മക്കൾക്കൊന്നും അറിയില്ല. നമ്മൾ വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ. പിന്നെ ബാക്കിയൊക്കെ പടച്ചിറപ്പിൻ്റെ വിധിയാണ്. ഉമ്മയുടെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു 6 വയസ്സുകാരനായ നവാജും 10 വയസ്സുകാരനായ സഹോദരൻ മുഹമ്മദ് മിൻഹാജും. കൂടെയുണ്ടായിരുന്ന മറ്റൊരു സഹോദരനാണ് ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഓടിച്ചെന്ന് അയൽവാസികളെ അറിയിച്ചത്. ഈ സമയം റോഡിലൂടെ പോവുകയായിരുന്ന ഒരാൾ കിണറിലേക്ക് ഇറങ്ങി 2 മക്കളെയും പുറത്തെടുത്തു. അങ്ങനെയാണ് 10 വയസ്സുകാരനായ മിൻഹാജിന് അയൽവാസിയായ ഒരു യുവതി CPR കൊടുക്കുന്നത്. ആ യുവതിയുടെ സമയോചിതമായ ആ ഒരു ഇടപെടൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. എന്നാൽ നമ്മുടെ 5 വയസ്സുകാരനായ മിൻഹാജ് അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു. 2 പേരെയും ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നവാജിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അഹമ്മദ് നവാജ് എന്ന ആ ഒരു പൊന്നുമോന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. നാളെ ആ പൊന്നുമോൻ്റെ കൂടെ ആ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാവിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ അല്ലാഹ്. അവർക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബേ. അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നീ എൻ്റെ റബ്ബാണ് റബ്ബേ. ഞാൻ നിൻ്റെ അടിമയാണ് റബ്ബേ. നമ്മളിൽ മേൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ലാഹ്. നീ അല്ലാതെ മറ്റാരാണ് റബ്ബേ നമ്മളോട് കരുണ കാണിക്കുക? പടച്ച റബ്ബേ, നമ്മുടെ കുടുംബത്തിൽ നീ ബർക്കത്തേകണേ റബ്ബേ, ഇസ്സത്തേകണേ റബ്ബേ, റഹ്മത്തേകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരണേ റബ്ബേ, സ്വാലിഹത്താക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് കുടുംബത്തിന്, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.